ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ജനറൽ റീഡിംഗ് ആണ്. നമുക്കപ്പോൾ കാർഡ്സ് എടുക്കാം. ഫോർ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ദ എംപറർ കാർഡ് വന്നിട്ടുണ്ട്. നയൻ ഓഫ് സോട്ട്സ് വന്നിട്ടുണ്ട്. സിക്സ് ഓഫ് സോട്ട്സ് വന്നിട്ടുണ്ട്. നയൻറ്റീൻ ദ സൺ. ദ എംപ്രസ് കാർഡ്. ബോട്ടം ഡെക്ക് എന്ന് പറയുന്നത് ത്രീ ഓഫ് കപ്സ്. ഒക്കെ അതായത് നിങ്ങളിൽ പലർക്കും ഒരു സിറ്റുവേഷൻ ഉണ്ട്, കയ്യിലുള്ളതിനെ വില കൊടുക്കാതെ എന്താണോ ഇല്ലാത്തത് അതിനെപ്പറ്റി ആലോചിക്കുകയും അതിനെപ്പറ്റി ടൈം വേസ്റ്റ് ചെയ്യുകയും ഒന്നും ചെയ്യാൻ ഇല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് അത് ലീഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ വേറൊരു കൂട്ടരെന്ന് പറയുന്നത് വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്. എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു എനിക്ക് ഇത്ര എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ചില കാര്യങ്ങളോട് ചിലത് ഇങ്ങനെ ആയിരിക്കത്തില്ല ചെയ്യേണ്ടത് ചിലപ്പം. അപ്പം ഈ പറഞ്ഞ വ്യക്തി ചിലപ്പം അതിനോട് ഉൾക്കൊള്ളാൻ അങ്ങ് റെഡി ആവണം എന്നില്ല. സോ അങ്ങനത്തെ ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു പേഴ്സൺ ഇവിടെ കാണുന്നുണ്ട്. അപ്പം ആ ഒരു കുറച്ചൊരു ഈഗോ, എനിക്കെല്ലാം അറിയാമെന്നൊരു ഭാവം മാറ്റി വെച്ചിട്ട് അതിനെ ഇതൊരു ബിഗിനറാണ്, എനിക്കറിയാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഇവർ പറഞ്ഞു തരുന്നതെന്നുള്ളൊരു അപ്രോച്ചോടുകൂടി ചെയ്യുവാണെങ്കിൽ അത് നിങ്ങളുടെ തന്നെ നോളേജിനെ കുറച്ചും കൂടെ വലുതാക്കും. പിന്നെ ഒരു കൂട്ടം ആൾക്കാരെന്ന് പറയുന്നത് കുറേ കാര്യങ്ങളിങ്ങനെ ആലോചിച്ച് മേ ബി റെസ്പോൺസിബിലിറ്റി ആകാം ലൈഫിൻ്റെ, അല്ലെങ്കിൽ കുറേ ലൈഫിൽ നടക്കുന്ന ഇഷ്യൂസ് ആയിരിക്കാം. വട്ടെവർ ദ തിങ് ഈസ്, ആ വ്യക്തി വളരെയധികം മെൻ്റലി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതിനെങ്ങനെയാണ് ഇത് റെമഡി എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ തോട്ട് പ്രോസസ്സിനെ ഒന്ന് സോർട്ട് ചെയ്യുക. എന്താണ് ഞാനിപ്പോൾ എൻ്റെ വിചാരങ്ങൾ എന്താണെന്ന് ഒരു നോട്ടിലൊക്കെ എടുത്ത് ഇന്ന കാര്യമുണ്ട്, ഇന്ന കാര്യം എനിക്ക് ചെയ്യാൻ പറ്റും, ഇന്ന കാര്യം എനിക്ക് ഇപ്പം ചെയ്യാൻ പറ്റത്തില്ല, ഇന്ന കാര്യം എനിക്ക് പിന്നീട് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് കറക്റ്റായിട്ട് എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അവസ്ഥയിൽ നിന്നും മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റും. പിന്നത്തെ ഒരു കൂട്ടരെന്ന് പറയുന്നത് ഫോഴ്സ്ഫുള്ളി ഒരു സിറ്റുവേഷനിൽ നിന്നും മൂവ് ഓൺ ആവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്ത് തരം സിറ്റുവേഷൻ ആണെങ്കിലും അതിനൊരു നാച്ചുറൽ പ്രോസസ്സ് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഏതൊരു കാര്യമാണെങ്കിലും നമ്മളതിനെ ഈ തൊക്കിക്കയറി വെടിവെക്കുക എന്ന് പറയുന്നത് പോലെ ചെയ്താൽ ചിലപ്പോൾ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിയാക്ഷൻ തന്നെന്ന് വരത്തില്ല. ചിലപ്പോൾ അത് വളരെ മോശമായിട്ട് ചിലപ്പോൾ അത് അഫക്റ്റ് ചെയ്തെന്നിരിക്കും. കൂടെ നിൽക്കുന്ന ആളെയും നിങ്ങളെ സ്വയമേ അത് അഫക്റ്റ് ചെയ്യും. അപ്പം അതിനൊരു നാച്ചുറൽ ഫ്ലോയ്ക്ക് അങ്ങ് വിട്ട് കൊടുക്കുന്നതായിരിക്കും ഫോർ യുവർ ഓൺ ഗുഡിന് നല്ലത്. പിന്നത്തെ രണ്ട് കൂട്ടരെന്ന് പറയുന്നത് വളരെയധികം ജോയ്ഫുള്ളാണ്. വളരെ ഇങ്ങനത്തെ കുറേ ഈ തകർച്ചയും ഉയർച്ചയും താഴ്ചയും ബാക്ക് സ്റ്റാബിങ്ങും എല്ലാം കണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഒരു ന്യൂ ബിഗിനിങ് എടുക്കുന്നവരെ ഞാൻ ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഒരു ഓവറോൾ എനർജി എന്ന് പറയുന്നത് ഈ പറഞ്ഞ പേഴ്സൺ, ഞാനിപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞു നിർത്തിയ പേഴ്സൺ എന്ന് പറയുന്നത് വളരെ കെയർ ഗീവിങ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. അപ്പോൾ ഇവിടെ ബോട്ടം ഡെക്ക് എന്ന് പറയുന്നത് ത്രീ ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത്. അപ്പം ഇത് പോസിറ്റീവ് വേയിൽ പറയാനാണെങ്കിൽ ഒരു സെലിബ്രേഷൻ, ഒരു ടീം വർക്ക്, ഒരുമിച്ച് എഫേർട്ട് ഇട്ട് മുന്നോട്ട് പോകുന്ന ഒരു ടീം വർക്കിനെ ഇത് സൂചിപ്പിക്കുന്നുണ്ട്. റിലേഷൻഷിപ്പിലൊക്കെ ആണെങ്കിൽ ഇത് തേർഡ് പാർട്ടിനെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഒന്ന് സൂക്ഷിക്കുക. ഇതൊക്കെയാണ്
ജനറൽ റീഡിങ്ങിൽ വരുന്ന കാര്യങ്ങൾ. അപ്പം വീഡിയോ എല്ലാവർക്കും റെസണേറ്റ് ആയെന്ന് വിചാരിക്കുകയാണ്. താങ്ക് യു ഓൾ.